ഹലോ മക്കളെ, വാട്ടർ ജലം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വേഗത്തിൽ എളുപ്പത്തിലൊന്ന് പഠിച്ചെടുത്താലോ. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ആദ്യം വരുന്നത് വെള്ളത്തിനെ നമ്മൾ മെയിനായിട്ട് വിളിക്കുന്നൊരു പേരുണ്ട്, യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൽ നമുക്ക് മിക്ക സാധനങ്ങളും നമുക്ക് ലയിപ്പിക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനെയും ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു സോൾവെൻറ്റ്, ഒരു ലായനി എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് അഥവാ സാർവിക ലായകം എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സാർവിക ലായകം എന്ന് വിളിക്കുന്നത്? വെള്ളത്തിന് പലതരം പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ കഴിയും. ഓക്കെ, അത് സെറ്റല്ലേ? ഇങ്ങനെ നമ്മൾ എടുക്കുന്ന വെള്ളം മക്കളെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹാർഡ് വാട്ടറും മറ്റൊന്ന് സോഫ്റ്റ് വാട്ടറും. അഥവാ നമ്മുടെ കുഴൽക്കിണറിലുള്ള വെള്ളം ഹാർഡ് വാട്ടറാണ്, മഴവെള്ളം അത് സോഫ്റ്റ് വാട്ടറാണ്. എങ്ങനെയാണ് അത് ഹാർഡ് വാട്ടറാണോ സോഫ്റ്റ് വാട്ടറാണോ എന്ന് മനസ്സിലാക്കുക? നിങ്ങൾ സോപ്പിട്ട് ലയിപ്പിച്ചാൽ സോപ്പ് നന്നായിട്ട് പതയുകയാണെങ്കിൽ ആ വെള്ളം സോഫ്റ്റ് വാട്ടറാണ്. എന്നാൽ സോപ്പ് നന്നായിട്ട് പതയുന്നില്ലെങ്കിൽ അത് ഹാർഡ് വാട്ടറാണ്. സോപ്പ് നന്നായിട്ട് പതയുന്നില്ലെങ്കിൽ അത് ഹാർഡ് വാട്ടറാണ്, സോപ്പ് നന്നായിട്ട് പതയുന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് വാട്ടറാണ്. ഓക്കെ, അത് സെറ്റല്ലേ മക്കളെ? സോപ്പ് പതയുന്നതിനനുസരിച്ചാണ് ഹാർഡ് വാട്ടറാണോ സോഫ്റ്റ് വാട്ടറാണോ എന്ന് പറയാം. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് ചിലതിൽ സോപ്പ് നന്നായിട്ട് പതയുന്നത്? രണ്ടാളുകളാണ്. സോപ്പ് പതയുന്നതിന് നന്നായിട്ട് കാരണം അതിൽ കാൽസ്യവും ഇല്ല മഗ്നീഷ്യവും ഇല്ല. എന്നാൽ സോപ്പ് പതയാത്തതിന് കാരണം അഥവാ കഠിന ജലമാവാൻ കാരണം, മൃദുജലവും കഠിന ജലവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കഠിന ജലമാവാൻ കാരണം, ഹാർഡ് വാട്ടർ ആവാൻ കാരണം രണ്ട് പേരാണ്. ഒന്ന് മഗ്നീഷ്യവും മറ്റൊന്ന് കാൽസ്യവും. മഗ്നീഷ്യവും കാൽസ്യമാണ് രണ്ടാളുകളാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. ഇവർ രണ്ടുപേരും നിങ്ങളുടെ വെള്ളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ വെള്ളം ഹാർഡാകും, വെള്ളം കഠിന ജലമാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹാർഡ്നെസ് തന്നെ, കഠിന ജലം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ചൂടാക്കിയാൽ പോകും, നിങ്ങൾ ആ വെള്ളത്തിനടുത്ത് ചൂടാക്കിയാൽ അതിൻ്റെ കഠിന ജലം പോയി അത് മൃദുജലമാകും. ചൂടാക്കിയാൽ പോകുന്നതിൻ്റെ കാരണം അതിലുള്ള വെള്ളത്തിലുള്ള കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. അപ്പോൾ നിങ്ങളുടെ വെള്ളത്തിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണെങ്കിൽ ചൂടാക്കിയാൽ പോയിക്കോളും. അതിനെ നമ്മൾ സ്ഥിരമല്ലാത്ത കാഠിന്യം അഥവാ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയും. എന്നാൽ ചില കാഠിന്യങ്ങൾ പെർമനൻ്റ് ഹാർഡ്നെസ് ആണ്, പോകൂല, വെള്ളത്തിൽ തന്നെ നിൽക്കും, ചൂടാക്കിയാലും പോകൂല. ചൂടാക്കിയാലും പോവാത്തതിൻ്റെ കാരണം അതിലും എല്ലാത്തിലും കാൽസ്യവും മഗ്നീഷ്യവും ഉണ്ട്. അതിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കൂടെ സൾഫേറ്റ് അല്ലെങ്കിൽ ക്ലോറൈഡുകളോ ഉണ്ടാവും. കാൽഷ്യത്തിൻ്റെ സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യത്തിൻ്റെ ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇങ്ങനെ നിങ്ങളുടെ വെള്ളത്തിൽ ഇതുണ്ടെങ്കിൽ ആ വെള്ളം ഹാർഡായിരിക്കും. എങ്ങനെയാണ് സാറേ ഇതിലേക്ക് കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ കയറുന്നത്? മണ്ണിലൂടെയല്ലേ വെള്ളമൊക്കെ വരുന്നത്, ഭൂമിയിലൂടെ ഇങ്ങനെ വരുന്നു, പിന്നെ മഴ പെയ്ത് വെള്ളം വരുന്നു, അതിങ്ങനെ പല സ്ഥലത്തുകൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. പാറ എടുക്കുന്നൊക്കെ വരുന്ന വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഇതുപോലെ ആളുകളുണ്ടാവും. നിങ്ങളുടെ വെള്ളത്തിൽ ഇവർ കലർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണോട് കാണാൻ പറ്റില്ല, അത് വെള്ളത്തിൽ ചേർന്നിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം ചേർന്നിട്ടുണ്ടെങ്കിൽ ഹാർഡ്നെസ് ഉണ്ടാവും, അഥവാ കഠിനജലമായിരിക്കും. അത് ബൈകാർബണേറ്റ് ആണെങ്കിൽ ചൂടാക്കിയപ്പോൾ, സൾഫേറ്റോ ക്ലോറൈഡോ ആണെങ്കിൽ നിങ്ങൾ ചൂടാക്കിയാലും പോകൂല. അതാണ് സ്ഥിരമായ കാഠിന്യം. അങ്ങനത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം തലവേദനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് സാധാരണ, ഈ ലവണങ്ങളുള്ളതുകൊണ്ട്. അടുത്തത്, ഈ വെള്ളത്തിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ, ഇത് വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ആണെങ്കിൽ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. വെള്ളത്തിൻ്റെ മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു ആകർഷണ ബലം ഉണ്ട്. എന്നാൽ ഇതേ വെള്ളത്തിന്, നിങ്ങൾ വെള്ളത്തിന് ഗ്ലാസ് ട്യൂബിലാണ് വെള്ളം എടുത്തെങ്കിൽ ആ വെള്ളവും ഗ്ലാസ് ട്യൂബും തമ്മിലും അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. വെള്ളത്തിൻ്റെ ഉള്ളിലുള്ളതിനേക്കാൾ ഭയങ്കര ആകർഷണ ബലമാണ് വെള്ളത്തിന് ഗ്ലാസ് ട്യൂബുമായിട്ട്. വെള്ളത്തിന് ഗ്ലാസ് ട്യൂബുമായിട്ട് ആകർഷണ ബലം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം എടുത്ത് അതിലൊരു ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ ഗ്ലാസ് ട്യൂബിനോട് അട്രാക്ഷൻ കൂടുതലുള്ളതുകൊണ്ട്, ആകർഷണ ബലം കൂടുതലുള്ളതുകൊണ്ട്, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വെള്ളം നമ്മൾ ഗ്ലാസ് ട്യൂബിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഗ്ലാസ് ട്യൂബിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഉയർന്ന് ഗ്ലാസ് ട്യൂബിലേക്ക് വെള്ളം ഉയർന്നതായിട്ട് കാണാൻ പറ്റും, വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്താ? വെള്ളത്തിന് ഗ്ലാസ് ട്യൂബിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇതേ വെള്ളങ്ങൾ ചേമ്പിൻ്റെലയിലെടുത്താലോ, ചേമ്പിലയോട് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് വെള്ളം ചേമ്പിലയോട് ഒട്ടുമോ? ഇല്ല, ചേമ്പിലയോട് വെള്ളത്തിൽ തീരെ ഇഷ്ടമില്ല. നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ തീരെ ഇഷ്ടമല്ല. അത് മാത്രമല്ല, വെള്ളം ചേമ്പിലയോട് ഒട്ടൂല. അപ്പോൾ വെള്ളത്തിനോട് തന്നെയാണ് ഇഷ്ടം. വെള്ളത്തിൻ്റെ മോളിക്യൂൾസിന് വെള്ളത്തിനോടാണ് ഇഷ്ടം കൂടുതൽ. ആരേക്കാൾ? വെള്ളത്തിന് ചേമ്പിലേനേക്കാൾ. അതുകൊണ്ട് ചേമ്പിലേൽ നിങ്ങൾ എത്ര വെള്ളം ഒഴിച്ചാലും വെള്ളത്തിന് ഇഷ്ടമല്ല ചേമ്പിലേനെ, അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഒഴുകിപ്പോകും. ഒഴുകിപ്പോകുക മീൻസ് ബോളായിട്ട് പോകും, അഥവാ ഗോളാകൃതിയിലുള്ള തുള്ളികളായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ
വെള്ളം നിൽക്കുന്ന പ്രതലം നനയുന്നില്ലെങ്കിൽ, വെള്ളം നിൽക്കുന്ന സർഫസിൽ നനയില്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഗോളാകൃതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം ചേമ്പിലാണ് ഇഷ്ടമല്ല, അപ്പോൾ വെള്ളം പരമാവധി ചുരുങ്ങി തന്നിലേക്ക് ചുരുങ്ങിക്കും, അഥവാ ഗോളാകൃതിയിലായിരിക്കും വെള്ളം ഉണ്ടാവുക. അതാണ് വെള്ളത്തിൻ്റെ അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് നിർബന്ധമായിട്ടും ഡെഫിനിഷൻ പഠിച്ചു വെച്ചോണ്ട്, സർഫസ് ടെൻഷൻ, പ്രതല ബലം. വെള്ളത്തിൻ്റെ മുകളിൽ സർഫസിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ഒരു ബലമാണ് സർഫസ് ടെൻഷൻ. എന്താണ് ആ സർഫസ് ടെൻഷൻ? വെരി സിമ്പിൾ. വെള്ളത്തിൻ്റെ ഉള്ളിൽ മോളിക്യൂൾ കണ്ടോ? ഈ വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ മോളിക്യൂളിന് എല്ലാ സൈഡിലും ഫോഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, അതിന് ഓപ്പോസിറ്റ് ഇങ്ങോട്ടും ഉണ്ട്. ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലേക്കുണ്ട്. എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഫോഴ്സ് അനുഭവപ്പെടില്ല, കാരണം എല്ലാവരും ഒരേപോലെ വലിക്കുകയാണ്, അയാൾ അവിടെ തന്നെ നിൽക്കും. എന്നാൽ മുകളിലുള്ള വാട്ടർ മോളിക്യൂളിന് മുകളിലേക്ക് ഫോഴ്സ് ഇല്ല, കാരണം മുകളിൽ ആളില്ല. താഴത്തേക്ക് മാത്രമേ ഫോഴ്സ് ഉള്ളൂ കേട്ടോ, താഴത്തേക്കുള്ളൂ. സൈഡിലുള്ളവർ ഇങ്ങോട്ട് സൈഡിലുണ്ട്, പക്ഷെ താഴത്തേക്ക് മാത്രമേ ഫോഴ്സ് ഉള്ളൂ, മുകളിലേക്ക് ഫോഴ്സ് ഇല്ല, കാരണം അയാളാണ് ഏറ്റവും അവസാനം. അതുകൊണ്ട് മുകളിലുള്ള വാട്ടർ മോളിക്യൂളിന്, മുകളിലുള്ള ജലത്തത്തെ മോളിക്യൂളിന്, H2 ആണല്ലോ, ആ മോളിക്യൂൾ ഇങ്ങനെ വലിച്ചു നീട്ടിയ ഒരു പാട പോലെ, നിങ്ങൾ ചെറിയൊരു കട്ടില്ലാത്ത നൂലിങ്ങനെ കെട്ടി വലിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അതുപോലെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരു പാട പോലെ വെള്ളം നിൽക്കും, അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വെള്ളം മാക്സിമം ഇങ്ങനെ നിന്നിട്ട് പരമാവധി ഏരിയ കുറക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും, കാരണം മുകളിലേക്ക് ഫോഴ്സ് ഇല്ല, താഴത്തേക്കേ ഫോഴ്സ് ഉള്ളൂ. ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ആകർഷണ ബലമാണ് പ്രതലബലം. തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജലോപരിതലത്തിൻ്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ, മാക്സിമം പരപ്പളവ് കുറയുന്ന വിധത്തിൽ അവർ നിൽക്കും, ഒരു ബലം അനുഭവപ്പെടും. ഇതിനെ പ്രതല ബലം എന്ന് വിളിക്കുന്നു. മറക്കരുത്, സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ദെൻ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് 2-3-4 അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഈ ബ്ലേഡ് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, ഇത് സർഫസ് ടെൻഷൻ കാരണമാണ്. കാരണം വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട പോലെ നിൽക്കുന്നു, അപ്പോൾ ആ പാടയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ബ്ലേഡ് ഇങ്ങനെ പതിയെ വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് മുങ്ങിപ്പോകൂല. കാരണം ബ്ലേഡ് ഇങ്ങനെ ഒരു പ്രതലബലത്തിൽ ഇങ്ങനെ, ആ പ്രതലബലത്തിൽ ഇങ്ങനെ പാടയിൽ നിൽക്കുന്ന പോലെ ഉണ്ടോ, ഒന്നായിട്ടിട്ടാൽ ബ്ലേഡ് മുങ്ങിപ്പോകും, ഇങ്ങനെ പതിയെ വെച്ചാൽ മുങ്ങൂല. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ആഹാ അവിടെ പ്രതലബലം ഉണ്ടല്ലോ. അതേപോലെ കനമില്ലാത്ത ചെറിയ ഈ കുളത്തിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ചില ജീവികൾ, അതിങ്ങനെ കാലിങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് മുങ്ങിപ്പോകൂല. എന്നാൽ അത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം, മുകളിൽ ഇങ്ങനെ നിൽക്കുക. അതെന്താ വെള്ളത്തിൽ നിൽക്കുന്നത്? വെള്ളം ഒരു പാട പോലെ നിൽക്കുന്നുണ്ട്, ഈ കനം കുറഞ്ഞതിന് ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റും. ഇതൊക്കെ പ്രതല ബലം കാരണമാണ് എന്നർത്ഥം. സോ പ്രതല ബലത്തിൻ്റെ ആ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ വലിച്ചു നീട്ടിയ പോലെ ഒരു പാട പോലെ പ്രതല ബലം കാരണം വെള്ളത്തിൻ്റെ മുകളിൽ ഉണ്ടാകും എന്നത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് മക്കളെ, നിങ്ങൾ സോപ്പ് ലായനിയിൽ മുക്കിയ ഒരു ഇതേപോലെ റിങ് എടുത്തിട്ട് സോപ്പ് ലായനിയിൽ മുക്കുക, എന്നിട്ട് അതിൻ്റെ നടുവ് കൂടെ ഒരു നൂല് കെട്ടുക. എന്നിട്ട് ഈ നൂല് കെട്ടിയതിന് ശേഷം ഒരു ഭാഗം കുത്തിപ്പൊട്ടിച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഇതേപോലെ ഇങ്ങനെ അങ്ങ് ചുരുങ്ങും. അതെന്താ അങ്ങനെ ചുരുങ്ങാൻ കാരണം? ഈ പ്രതല ബലം കാരണം ഇത് മാക്സിമം പരപ്പളവ് കുറക്കാൻ നോക്കി മാക്സിമം ഇങ്ങനെ നിൽക്കും. അങ്ങനെ പരപ്പളവ് കുറക്കാൻ നോക്കുമ്പോൾ ഇതിനൊരു സർക്കിൾ ആകൃതി ഉണ്ടാവും. പരപ്പളവ് കുറയാൻ ആഗ്രഹിക്കുന്നത്, പരപ്പളവ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ നിൽക്കുക, സർക്കിൾ ഷേപ്പിലാണ് പരപ്പളവ് മാക്സിമം കുറവുണ്ടാവുക. ഏറ്റവും കുറവുണ്ടാവുക സർക്കിൾ ഷേപ്പിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇവർ മാക്സിമം ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ നിൽക്കാൻ നോക്കും. സോ ഇതൊക്കെ പരപ്പളവിൻ്റെ ഭാഗമാണ്. ദെൻ വെള്ളത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിൻ്റാണ് ബോയിലിംഗ് പോയിന്റ്. നിങ്ങൾ വീട്ടിൽ സ്ഥിരം കാണുന്നത്, ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കും. വെള്ളം തിളക്കുന്നത് എപ്പോഴാണ്? വെള്ളം ചൂടായി വെള്ളം തിളക്കുന്നത് മക്കളെ, വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ്, 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് വെള്ളം തിളക്കുന്നത്. എന്നാൽ നിങ്ങൾ ആ വെള്ളം തിളപ്പിച്ച് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ വെള്ളം തിളക്കുമല്ലോ, വീണ്ടും തിളപ്പിച്ചാലോ 100, 101 ആകും, 102 ആകും, 103 ആകുമോ? ഇല്ല. പിന്നെ 100 കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വെള്ളം ഗ്യാസ് ആയിട്ട് മാറും. 100 കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വെള്ളം ലിക്വിഡ് ഉള്ള സാധനം ഗ്യാസ് ആയിട്ട് മാറും. അഥവാ 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ പിന്നെ അത് മാറൂല. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ്, പിന്നെ നിങ്ങൾ എത്ര ചൂടാക്കില്ല, ചൂട് എന്തിനാ ഉപയോഗിക്കണ അറിയോ? ലിക്വിഡ് വിചാരിക്കും നിങ്ങൾക്ക് ഗ്യാസ് ആവണം. അങ്ങനെ ലിക്വിഡ് ഗ്യാസായി മാറാനാണ് നിങ്ങൾ കൊടുക്കുന്ന എനർജി ഉപയോഗിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റിൻ്റെ ഐഡിയ മനസ്സിലായല്ലോ? യെസ്. ബോയിലിംഗ് പോയിന്റിൻ്റെ മലയാളം തിളനില. യെസ്. അടുത്തത് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. നിങ്ങൾ ഒരു പാത്രത്തിൽ സാധാ വെള്ളം എടുത്തു, ഒരു പാത്രത്തിൽ ഉപ്പിട്ട വെള്ളം എടുത്തു. ഏത് വെള്ളമാണ് പെട്ടെന്ന് ബോയിലാവുക? സാധാ വെള്ളം. ഉപ്പിട്ട വെള്ളം ബോയിലാവാൻ പിന്നെയും ടൈം എടുക്കും, കാരണം അതിൽ ഉപ്പുണ്ട്. ആ ഉപ്പിനെയും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ഉപ്പിനും കൂടി എനർജി കൊടുത്ത് കുറച്ച് സമയം എടുക്കും. സോ ചായ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ വെള്ളം ആദ്യം ചൂടാക്കിയിട്ട് പഞ്ചസാര പിന്നെ ഇടണോ? അതല്ല, പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വെള്ളം ചൂടാക്കണോ? പഞ്ചസാരയും കൂടി ഇട്ട് വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളം തിളക്കാൻ സമയം എടുക്കും, കാരണം അതിൽ പഞ്ചസാരയും കൂടെ ഉണ്ട്, പഞ്ചസാരയും കൂടി തിളപ്പിക്കണം. എന്നാൽ വെള്ളം ഇട്ട് കണ്ട് ചൂടാക്കിയാൽ വെള്ളം വേഗം ചൂടായിക്കോളും, എന്നിട്ട് പിന്നെ പഞ്ചസാര ഇട്ടാൽ മതി. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾട്ട് സൊല്യൂഷൻ തിളനില. സോൾട്ട് സൊല്യൂഷൻ്റെ, അത് ഉപ്പിട്ട വെള്ളത്തിൻ്റെ സൊല്യൂഷൻ്റെ, അതുകൊണ്ട് ശുദ്ധജലത്തേക്കാൾ കൂടിയ താപനിലയിൽ മാത്രമേ ഉപ്പ് വെള്ളം തിളക്കുകയുള്ളൂ. ഓക്കെ, അതിൻ്റെ കാരണം ഉപ്പുള്ളത് കൊണ്ടാണ്. യെസ്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രഷറും തിളനിലയും.
നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഈ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ എത്രയാണെന്നറിയോ? 1 ATM ആണ്. 1 ATM അറ്റ്മോസ്ഫിയറിൽ ഒന്നാണ് ഇവിടുത്തെ. അവിടെ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്നാൽ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ പ്രഷർ അങ്ങ് കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും, തിളനിലയും കുറയും. അപ്പോൾ വെള്ളം വേഗം തിളക്കും. അപ്പോൾ ഫുഡൊന്നും പെട്ടെന്ന് വേവൂല. കാരണം വെള്ളം വേഗം തിളക്കുമ്പോൾ അപ്പോഴേക്കും ഫുഡ് ആയിട്ടുണ്ടാവില്ല. സോ മുകളിലേക്ക് പോകും തോറും ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ ഉയർന്ന മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ കുറയുകയും ബോയിലിംഗ് പോയിന്റ് കുറയുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ അടിപൊളിയായിട്ട് പ്രഷർ കുക്കറുമായിട്ട് വരുന്നത്. പ്രഷർ കുക്കർ നമ്മളെ രക്ഷിക്കും. എന്താ കാരണം? പ്രഷർ കുക്കർ വെക്കുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും കൂടും, തിളനിലയും കൂടും. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ പെട്ടെന്ന് വേവിക്കാൻ പറ്റും. സോ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഫുഡ് വേവിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായോ? പ്രഷർ കൂട്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്ന അവസ്ഥ കൂട്ടുമ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് വേവും മക്കളെ. അപ്പോൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. യെസ്, റെഡി അല്ലേ മക്കളെ? ദെൻ അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി. വെള്ളത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റ്. ഏതൊരു സബ്സ്റ്റൻസിനെയും, നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരാളെയും നിങ്ങൾക്ക് ചൂട് കൊടുത്തിട്ട് താപം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ടെമ്പറേച്ചർ എത്രയാണോ, ഇതെത്രയാണോ അത് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ, 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ നിങ്ങൾ കൊടുക്കുന്ന താപമാണ് ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത എന്ന് വിളിക്കും. നിങ്ങൾക്കൊരു നിങ്ങളുടെ സബ്സ്റ്റൻസ് ഇപ്പം 25 ഡിഗ്രിയാന്ന് വിചാരിച്ചോ. 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസിലേക്ക് നിങ്ങൾ ഹീറ്റ് കൊടുത്ത് അതിനെ 26 ആക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റാണ് താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള സബ്സ്റ്റൻസ് ആണ് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 25 26 ആക്കണമെങ്കിൽ 1 ഡിഗ്രി ഉയർത്താൻ തന്നെ നിങ്ങൾ ഇഷ്ടംപോലെ ഹീറ്റ് കൊടുക്കണം. ഇഷ്ടംപോലെ ഹീറ്റ് കൊടുത്താലേ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ആളാണ് വെള്ളം. അതുകൊണ്ട് എന്താ സാറേ ഗുണം? അതുകൊണ്ട് എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ വണ്ടികളിലൊക്കെ റേഡിയേറ്ററിലൊക്കെ ഇഷ്ടംപോലെ ഹീറ്റായിരിക്കും. അപ്പോൾ റേഡിയേറ്ററിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്താ കാരണം എന്നറിയോ? വെള്ളത്തിന് അധികം ടെമ്പറേച്ചറിനെയും താങ്ങാൻ കഴിയും. ഒരുപാട് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ വെള്ളത്തിന് പ്രശ്നമില്ല. കാരണം പെട്ടെന്നൊന്നും ടെമ്പറേച്ചർ ചേഞ്ച് ആവില്ല. അതുകൊണ്ട് വലിയ ടെമ്പറേച്ചറൊക്കെ ഉണ്ടെങ്കിലും വെള്ളം അതിനെ താങ്ങി നിർത്തിക്കോളും. നമ്മുടെ ബോഡിയിൽ ഭയങ്കര ചൂട്, എത്ര ചൂട് കൂടിയാലും അതിനൊക്കെ ക്രമീകരിക്കാൻ ഒരു നിലക്ക് വരെ ആർക്ക് കഴിയും? നമ്മുടെ വെള്ളത്തിന് കഴിയും. കാരണം നമ്മുടെ ബോഡിയിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഈ ചൂടൊക്കെ സ്വീകരിച്ചിട്ട് അതിനൊക്കെ പുറത്ത് വിട്ടോളും. അത് ടെമ്പറേച്ചർ ചേഞ്ച് ആവില്ല, വെള്ളം അപ്പോഴേക്ക് വേപ്പർ ആവില്ല. കാരണം വെള്ളത്തിന് ഹീറ്റ് കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ്. ദെൻ വാട്ടറിൻ്റെ സ്ട്രക്ചർ, വെള്ളത്തിൻ്റെ ഘടന എങ്ങനെയാണ്? വെരി സിമ്പിൾ മക്കളെ. വെള്ളം എന്ന് പറഞ്ഞാൽ ലിക്വിഡായിട്ട് നിൽക്കാൻ കഴിയും, സോളിഡായിട്ട് നിൽക്കാൻ കഴിയും, ഗ്യാസായിട്ട് നിൽക്കാൻ കഴിയും. വെള്ളത്തിന് 3 അവസ്ഥയിലും നിൽക്കാൻ കഴിയും. സോളിഡായിട്ട് നിൽക്കാൻ കഴിയും, ലിക്വിഡായിട്ട് നിൽക്കാൻ കഴിയും, ഗ്യാസായിട്ട് നിൽക്കാൻ കഴിയും. വെള്ളം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നതാണ്. പക്ഷേ ഹൈഡ്രജൻ ഉണ്ട് വിചാരിച്ച് ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടി വെള്ളത്തിനില്ല. കത്താൻ സഹായിക്കുന്ന വാതകമാണ്, കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന വെള്ളം തീ കെടുത്തുന്ന സാധനമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഒറ്റക്കൊറ്റക്കുള്ള പ്രോപ്പർട്ടി എന്തായാലും വെള്ളത്തില്ല. വെള്ളത്തിന് വേറെ തന്നെ പ്രോപ്പർട്ടികളാണ്. യെസ്, വെള്ളത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, വെള്ളത്തിലത്തെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ആകർഷണ ബലമുണ്ട്. വെള്ളത്തിൻ്റെ ആ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെള്ളത്തിന് 100 ഡിഗ്രി ബോയിലിംഗ് പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു. 100 ഡിഗ്രി എത്തണം വെള്ളം തിളക്കണമെങ്കിൽ. അത്രയും ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാരണം ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഈ പ്രത്യേക ആകർഷണ ബലമാണ്. സർഫസ് ടെൻഷന് കാരണം ഈ ആകർഷണ ബലമാണ്. നമ്മുടെ ഭൂമിയിൽ വെള്ളമായിട്ട് നിൽക്കാൻ കാരണം, ലിക്വിഡ് ഫോമിൽ നിൽക്കാൻ കാരണം, സോളിഡോ ഐസാവാണ്ടെയോ സ്റ്റീം ആയതുകൊണ്ടോ നിൽക്കാതെ നമ്മുടെ പുഴകളിലൊക്കെ വെള്ളമായിട്ട് നിൽക്കാൻ കാരണം ഈ ആകർഷണ ബലമാണ്. യെസ്, അപ്പോൾ ആകർഷണ ബലം കൊണ്ടുള്ള കാരണങ്ങൾ മനസ്സിലായല്ലോ. ദെൻ വെള്ളത്തിനെ നിങ്ങൾക്ക് കറണ്ട് കൊടുത്ത് പൊട്ടിച്ചിട്ട് ഹൈഡ്രജൻ വേറെയും ഓക്സിജൻ വേറെയും ആക്കാം. അങ്ങനെ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന ഉപകരണമാണ് നോക്കിക്കേ, ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ്. അതിൽ നിങ്ങൾ കറണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് H2O പൊട്ടിക്കാൻ പറ്റും. അതിൽ നെഗറ്റീവ് ഭാഗത്തേക്ക് ഹൈഡ്രജനും, നോട്ട് ദ പോയിന്റ്, നെഗറ്റീവ് ഭാഗത്തേക്ക് ഹൈഡ്രജനും പോസിറ്റീവ് ഭാഗത്തേക്ക് ഓക്സിജനും. അല്ലെങ്കിൽ ഓക്സിജൻ ചോദിച്ചാൽ നമുക്ക് പോസിറ്റീവ് ആണല്ലോ. സോ പോസിറ്റീവ് ഭാഗത്തേക്ക് ഓക്സിജനും നെഗറ്റീവ് ഭാഗത്തേക്ക് ഹൈഡ്രജനും പോകുന്നു. അതിനെ വൈദ്യുത വിശ്ലേഷണം എന്നാണ് വിളിക്കുക, അഥവാ ഇലക്ട്രോലിസിസ്. ദെൻ വെള്ളവും ഐസും തമ്മിലുള്ളൊരു ബന്ധം. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, വ്യാപ്തി കൂടുതലാണ്. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് ഐസിന്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഐസ് മുങ്ങൂല. വെള്ളത്തിൽ ഐസ് മുങ്ങൂല. വെള്ളത്തിൻ്റെ മുകളിൽ ഐസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കും. അതിൻ്റെ കാരണം വെള്ളത്തിനേക്കാൾ വോളിയം കൂടുതലാണ് ഐസിന്. വെള്ളത്തിനേക്കാൾ വ്യാപ്തം കൂടുതലാണ് ഐസിന്. അതുകൊണ്ട് തന്നെ സാന്ദ്രത കുറവാണ്. കാരണം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് മക്കൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി കുറവാണ് ഐസിന്. അതുകൊണ്ടാണ് ഐസ്
മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നത്. ഫ്ലോട്ട് ചെയ്ത് കളിക്കാനുള്ള കാരണം ഓക്കെ അത് സെറ്റല്ലേ മക്കളെ? എടാ മക്കളെ, നിങ്ങൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു വാട്ടർ ബോട്ടിൽ നിറയെ വെള്ളം കൊണ്ടുവെക്കുക, ഫ്രീസറിൽ കൊണ്ടുവെക്കുക. പിറ്റേന്നാകുമ്പോൾ ആ വാട്ടർ ബോട്ടിൽ തിങ്ങി നിൽക്കുന്നതാണ്, ചിലപ്പോൾ പൊട്ടിപ്പോവും. കാരണം വെള്ളം ഐസാകുമ്പോൾ ഐസിന് നിൽക്കാനുള്ള സ്ഥലം പോരാ, ഐസിന് വ്യാപ്തി കൂടുതലാണ്. അത് തിങ്ങി നിറ ചിലപ്പോൾ ബോട്ടിൽ പൊട്ടിപ്പോകും. കാരണം ഐസായി മാറുമ്പോൾ വ്യാപ്തി കൂടും, ഡെൻസിറ്റി കുറയുകയും ചെയ്യും. അതാണ് വെള്ളവും ഐസും നമ്മളുടെ പോയിൻ്റ്. അടുത്ത പോയിൻ്റ് മക്കളെ വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ്. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നാലിൽ 3 ഭാഗവും വെള്ളമാണ്. പക്ഷേ പല ഫാക്ടറിയിൽ നിന്നും പല ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ജല മലിനീകരണം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കാൻ കിട്ടുന്നില്ല, മര്യാദയ്ക്ക് കുടിക്കാൻ കിട്ടുന്നില്ല. മെയിൻ കാരണമാണ് ഒരുപാട് കെമിക്കൽസ്. നമ്മൾ പറയുന്ന ഈ കെമിക്കൽസ് തന്നെ, കെമിക്കൽസൊക്കെ ഫാക്ടറിയിൽ നിന്നും ഓയിൽസ് ഫ്രം വെഹിക്കിൾ, പിന്നെ വണ്ടികളിൽ നിന്നൊക്കെ വരുന്ന ഓയിൽസും ഇതൊക്കെ വെള്ളത്തിനെ മലിനീകരിക്കുന്നു. ജലമലിനീകരണത്തിനുള്ള കാരണങ്ങൾ ഫാക്ടറിയിൽ നിന്നുള്ള രാസവസ്തു, കാർഷിക മേഖലയിൽ നിന്നുള്ള രാസവസ്തു, വാഹനത്തിൽ നിന്നുള്ള എണ്ണകൾ, അഴുക്ക് ചാല്, മലിനജലം, ഇതൊക്കെ വ്യാവസായിക മാലിന്യം തള്ളുന്നത്. ഇത് കാരണം ഇങ്ങനെ ജലമലിനീകരണം ഉണ്ടാകുന്നതുകൊണ്ടുള്ള കാരണം എന്താ? വെരി സിമ്പിളായിട്ട് പറയാൻ പറ്റും. എന്തൊക്കെയാണ് കാരണങ്ങൾ? ജലസസ്യങ്ങൾ നശിക്കും, ജലത്തിലുള്ള സസ്യങ്ങൾ നശിക്കും, നമ്മളെ ഭക്ഷ്യശൃംഖലക്ക് നാശം. കാരണം ഒരു ഫിഷ് കഴിച്ചാൽ ആ ഫിഷ് കഴിക്കുന്നത് വഴി അതിൻ്റെ ഒരു ആഹാര ശൃംഖല ഉണ്ടല്ലോ, അതുവഴി നമ്മളിലേക്ക് വരെ എന്തെത്താൻ ചാൻസ് ഉണ്ട്? നമ്മളിലേക്ക് വരെ ഈ മാലിന്യങ്ങൾ എത്താൻ ചാൻസ് ഉണ്ട്. മണ്ണ് മലിനീകരിക്കും, രോഗങ്ങൾ ഒരുപാട് വരും, ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടും. മക്കളെ, ഇതാണ് വെള്ളത്തെക്കുറിച്ചുള്ള പോയിന്റുകൾ. അപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഐഡിയാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചോളാം.